പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ സംസ് തുകകൾ എന്ന് പറയുന്ന ഭാഗത്തെ എക്സസൈസിലെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: find the sum of the first 25 terms of the arithmetic sequence 21, 32, 43, etc. അതായത് 21, 32, 43, etc. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. നമുക്ക് തന്നിട്ടുള്ള ശ്രേണി 21, 32, 43, etc. എന്നാണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് എന്താ കാണേണ്ടത്? ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അത് നമുക്കറിയാം. 25 പദങ്ങളുടെ തുക കാണണമെങ്കിൽ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫോർമുല എന്തായിരുന്നു? SN. ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് n/2 × x1 + xn എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള റിസൾട്ട് ചെയ്യുന്നതാണ് നമുക്ക് സുഖം കേട്ടോ. അപ്പോൾ നമ്മൾ S25 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ എന്നിൻ്റെ ഭാഗത്ത് 25 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് S25 എന്ന് പറഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? 25/2 × x1 + x25 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അതിന് അറിയാത്തത് എന്താണ്? x1 എന്താണെന്ന് നമുക്കറിയാം. എന്താണ് x1? 21 ആണ് അല്ലേ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 21 ആണ്. പിന്നെ നമുക്ക് x25 ആണ് അറിയാനുള്ളത്. xn കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? x1 + n-1 × d ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് x25 കാണാനുള്ളത് ഇവിടെ n-ന് 25 എന്ന് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എന്തും കൂടെ കിട്ടണം? ഡിയും കൂടെ കിട്ടണം. അപ്പോൾ നമുക്ക് d ഒന്ന് കാണാം. d എന്ന് പറയുന്നത് 32 - 21 കണ്ടാൽ മതി അല്ലേ. എന്ത് കിട്ടും? 2 ൽ 1 പോയാൽ 1, 3 ൽ 2 പോയാൽ 1. അപ്പോൾ d = 11 എന്ന് കിട്ടി. ഇനി x25 കാണാൻ എങ്ങനെ നോക്കാം? x1 + 25 - 1 × 11. നമുക്ക് എന്ത് കിട്ടി? x1 എന്ന് പറയുന്നത് 21 + 25 - 1 എന്ന് പറഞ്ഞാൽ 24 × 11 which is equal to 24 × 11. എന്താ കിട്ടുക? 1 × 4 4, 1 × 2 2, then 1 × 4 4, 1 × 2 2, which is equal to 4, 2 4 6, 2, 264 എന്ന് കിട്ടി. സോ നമുക്കിവിടെ 21 + 264 എന്ന് കിട്ടും. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 1 5, 2 6 8, 285 എന്ന് കിട്ടും അല്ലേ. x25 എന്ന് പറയുന്നത് 285 എന്ന് കിട്ടി. x25 285 എന്നും x1 = 21 എന്നും കിട്ടി. therefore ഇനി ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നമ്മൾ അവിടെ റിസൾട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 25/2 × x1 + x25. x1 എന്താണ്? 21 + x25 എന്താണ്? 285 ഈക്വൽസ് 25/2 ഇത് ഒന്ന് ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 + 5 6, 2 + 8 10 വരും. അപ്പോൾ അതിൽ 0 നമ്മളിവിടെ എഴുതി, ബാക്കി 1 വരും. 2 + 1 3, 3 not 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 2ഉം 3 not 6ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1, then 10ൽ 5, then 6ൽ 3 എന്ന് വരും. 153. 25 × 153 എന്ന് വരും. 153 × 25. 3 × 5 15. അതിന് 5 ഇട്ടു. 5 × 5 25 + 1 വരുമ്പോൾ 6 വരും. പിന്നെ 1 × 5 5 + 2 7, then 3 × 2 6, 2 × 5 10, അതിന് 0 എഴുതി. 1 × 2 2 + 1 3. ഇനി എന്ത് വന്നു?
5, 6 plus 6 12 2, 7 plus 1 8, then 3, 3 8 2 5. അതായത് നമുക്ക് എന്താ ആൻസർ കിട്ടി? 3 8 2 5 എന്ന് കിട്ടി. ജസ്റ്റ് 25. ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 3825, 3825. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the difference between the sum of the first 20 terms and the next 20 terms of the arithmetic sequence 6, 10, 14, etc.? എന്താണ്? 6, 10, 14, etc. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും പിന്നത്തെ 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ S20 കാണണം. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കാണാം അല്ലേ? എന്താണ്? 10 - 6 = 4 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യണം? S20 കാണണമെങ്കിൽ X20 കാണണം. X20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x1 + 20 - 1 × d ആണെന്ന് നമുക്കറിയാം. നമുക്കിവിടെ x1 6 + 20 - 1 എന്ന് പറയുമ്പോൾ 19 × 4 എന്ന് കിട്ടും. is equal to 6 plus 19 into 4. 4 into 9 എത്ര? 36. അതിനുള്ള 6 വരെ എഴുതാം. Then 1 into 4. 4 plus 3 7. 6 plus 76 equals 82 എന്ന് വരും. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്? ജസ്റ്റ് ആ റിസൾട്ടിൽ കൊടുത്താൽ മതി അല്ലേ? S20 ആദ്യത്തെ 20 പദങ്ങളുടെ തുക 20/2 into x1 plus x20 ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ? നമുക്കിവിടെ 20/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണ്. 10 into x1 നമുക്കറിയാം 6 ആണ്. 6 plus x20 നമുക്കറിയാം 82 ആണ്. which is equal to 10 into 6 plus 82 എന്ത് വരും? 2 plus 6 8 88 എന്ന് വരും. 88 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 880. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? S20 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് നെക്സ്റ്റ് 20 ടേംസിന്റെ സമ്മാണ് അല്ലേ? നെക്സ്റ്റ് 20 ടേംസ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? x20 വരെയുള്ള സം നമുക്ക് S20 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് x21 x22 എക്സെട്ര ഏത് വരെയുള്ളതാണ്? x40 വരെയുള്ളതാണ്. ആ x20 കഴിഞ്ഞിട്ടുള്ള ടേംസിന്റെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് ടോട്ടൽ സം ടു എത്ര ടേംസിന്റെ കാണണം? ഈ 40 വരുന്ന 21 മുതൽ 40 വരെ വരുന്ന എത്ര ടേംസ് ഉണ്ടാവും? നമുക്കറിയാം 40 - 20 നോക്കിയാൽ മതി അല്ലേ? അപ്പൊ 20 ടേംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കാണേണ്ടത് സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് 20 ടേംസ് എന്തായിരിക്കും? 20/2 into ഫസ്റ്റ് ടേം. ആ ടേംസിന് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x21 പ്ലസ് ലാസ്റ്റ് ടേം എന്തായിരിക്കും? x40 ആയിരിക്കും. സോ നമുക്ക് x21 കാണണം. x21 എന്ന് പറഞ്ഞാൽ x20 നമുക്കറിയാം 82 ആണെന്ന്. അതിനോട് കൂടെ എന്ത് ചെയ്താൽ മതി? ഒന്നും കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലേ? 82 + 4 എന്ന് പറയുന്നത് 86 എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? x40 കാണണം. x40 കാണാൻ നമുക്കറിയാം x1 plus 40 - 1 into d ആണ് നമുക്കറിയാം. into d. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 plus 39 into 4 എന്ന് വരും. which is equal to 6 plus
39 into 4 എന്ന് പറഞ്ഞാൽ 4 36, അതിന് 6 എഴുതി, 4 3 12 3 15, 156, 162 എന്ന് കിട്ടും. Therefore, next 20 ടൈംസിന്റെ സം എന്ന് പറയുമ്പോൾ 20/2 10 into x 21 എന്ത് വരും 86 പ്ലസ് x 40 എന്ത് കിട്ടി 162 എന്ന് കിട്ടി. നമുക്ക് 86 പ്ലസ് 162 എന്നാ നോക്കാം. 6ഉം 2ഉം 8, 8ഉം 6ഉം 14, അതിന്റെ 4 ഇവിടെ എഴുതി, 1 plus 1 2, 2 4 8 into 10 എന്ന് വന്നു, which is equal to എന്ത് കിട്ടി 2480 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? difference between first 20 terms and the next 20 terms. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2480 മൈനസ് ഫസ്റ്റ് 20 terms നമുക്ക് എന്താ കിട്ടിയിരുന്നത് 880 ആയിരുന്നു അല്ലേ, which is equal to 0 into 0 പോയ 0, 2480 മൈനസ് 880 0 0 880 0, 14 8 പോയ 6, 2 1 പോയ 1600. Calculate the difference between the sums of the first 20 terms of the arithmetic sequences 6, 10, 14, etc. and 15, 19, 23, etc. എന്താണ് 6, 10, 14, etc. എന്ന സമാന്തര ശ്രേണിയുടെയും 15, 19, 23, etc. എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക. ഇത് വളരെ ഈസിയാണ് അല്ലേ. എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് സമാന്തര ശ്രേണികളുടെ തുകകൾ ആദ്യം കാണുക, ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ ആദ്യം കാണുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് അവ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കിയാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആൻസർ ചെയ്ത് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഏതെടുക്കാം? 6, 10, 14 6, 10, 14 എന്ന സമാന്തര ശ്രേണി എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കാണേണ്ടത് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ്. അത് നമുക്കറിയാം, S20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 20/2 into x1 plus x20 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടെത്തണം? ആദ്യം d കണ്ടുപിടിച്ചിട്ട് x20 കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മളിവിടെ d എങ്ങനെ കാണും? 10 - 6 ഈക്വൽസ് നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇനി x20 കാണാൻ നമുക്കറിയാം f plus 20 - 1 into d ആണെന്ന് നമുക്കറിയാം അല്ലേ. നമുക്കിവിടെ f എന്താണ് ഇവിടെ? 6 plus 20 - 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 19 ആണെന്ന്. d നമ്മൾ കണ്ടുപിടിച്ചു 4. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 6 plus 19 into 4 equals 6 plus 19 into 4 എങ്ങനെ കാണും? 4 into 9 36, അതിൻ്റെ 6 ഇവിടെ ഇട്ടു. then 1 into 4 പിന്നെ നമ്മൾ 36ന്റെ 3യും കൂടെ നമുക്ക് എന്ത് കിട്ടി? 76 എന്ന് കിട്ടി. which is equal to 6 plus 76 നമുക്ക് എന്ത് കിട്ടും? 82 എന്ന് കിട്ടും അല്ലേ. 6ഉം 6ഉം 12, അതിൻ്റെ 2 ഇവിടെ ഇട്ടു, പിന്നെ 7ഉം അതിനോട് കൂടെ ഒന്നും കൂട്ടി 82 എന്ന് കിട്ടി. Therefore 6, 10, 14 etc. എന്ന ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 20/2 into x1 നമുക്ക് എന്താണ്? 6 പ്ലസ് x20 എന്താണ്?
82 ഈക്വൽസ് ഇവിടെ 20യും 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു 6 പ്ലസ് 82 എന്ത് കിട്ടും? 88 എന്ന് കിട്ടും അല്ലേ? ഈക്വൽസ് 880 880 എന്ന് കിട്ടി. ഫസ്റ്റ് ശ്രേണിയുടെ തുക എന്ന് പറയുന്നത് 880 കിട്ടി അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ശ്രേണി ഏതാണ്? 15, 19, 23 എക്സെട്ര ഇത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി കാണാം. ഡി എന്തായിരിക്കും? 19 മൈനസ് 15. 19 15 പോയാൽ 4. എക്സ് 20 കാണാം. എക്സ് 20 ആണ് ഇനി അടുത്ത കാണേണ്ടത് അറിയാലോ അല്ലേ? എക്സ് 20 എന്തായിരിക്കും? യെസ്, എഫ് പ്ലസ് 15 പ്ലസ് 20 മൈനസ് 1 ഇൻറ്റു ഡി 4 is equal to 15 plus 19 into 4. 19 into 4 76 ആണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അവിടെ ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് 15 പ്ലസ് 76 എന്ന് എഴുതാം. ഇവിടെ എന്താ വരിക? 5 മാറും 11. അപ്പോൾ അതിൻ്റെ 1 ഇവിടെ എഴുതി. ഒരു 1 റിമൈൻഡർ ഉണ്ട്. 7ഉം 1ഉം 8, 8 1 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 91 എന്ന് കിട്ടി അല്ലേ? x20 therefore 15, 19, 23 എക്സെട്ര എന്ന ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക അത് നമ്മൾ S2 ന്നും S1 ന്നും കൊടുക്കുകയാണ് കേട്ടോ. ഈ തുകകൾ 2 തുകകൾ കാണാൻ പറഞ്ഞതുകൊണ്ട് S2 എന്ന് പറഞ്ഞത് നമുക്ക് എന്താണെന്ന് അറിയാം. 20/2 ഇൻറ്റു x1. x1 ഇവിടെ എന്താണ്? 15 ആണ്. 15 പ്ലസ് x20 നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? 91 അല്ലേ? 91 ഈക്വൽ ടു നമുക്കറിയാം 20/2 എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് നമുക്കറിയാം. 10 ഇൻറ്റു 15 പ്ലസ് 91 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 1 6 പിന്നെ 1 9 10 106 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്ത് കിട്ടി? 1060 എന്ന് കിട്ടി. സെക്കൻഡ് ശ്രേണി S2 എന്ന് പറയുന്നത് 1060 എന്ന് കിട്ടി അല്ലേ? therefore ഇവയുടെ വ്യത്യാസം എന്തായിരിക്കും? എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക അല്ലേ? വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൽ ഏത് സംഖ്യയാണോ വലുത് അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറുത് കുറച്ച് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടാൽ മതി. അപ്പോൾ നമുക്കിവിടെ 1060 നിന്ന് 880 കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം. ഇവിടെ 0ൽ നിന്ന് 0 പോയാൽ 0, 16 8 പോയാൽ 8, പിന്നെന്താണ് വരിക? 16 എന്ന് പറയുമ്പോൾ ഇവിടെ 6 ആണ്. നമ്മളിവിടെ 10 നിന്ന് എടുത്തിട്ടാണ് 16 വരുന്നത്. പിന്നെ 9 നിന്ന് 8 പോയാൽ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 180 എന്ന് കിട്ടി. അപ്പോൾ ഒരു വ്യത്യാസം 180 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3 digit numbers which are multiples of 9. അതായത് 9ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. അപ്പോൾ 3 അക്ക സംഖ്യകളാണ് അല്ലേ? അപ്പോൾ നമുക്ക് എവിടെ മുതൽ തുടങ്ങണം? 100ന് ശേഷമുള്ള സംഖ്യകളാവണം. പിന്നെ എങ്ങനെ വേണ്ടില്ല? 100 മുതൽ 999 വരെയുള്ള സംഖ്യകളിൽ 9ന്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്കറിയാം 100ന്റെ തൊട്ടു താഴെയുള്ള 99 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ ഇനി അടുത്ത 3 അക്ക സംഖ്യ ഏതായിരിക്കും? 99 പ്ലസ് 9 എന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. 999 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 999
99 എന്നെടുക്കാം. ഇനി നമുക്കതിൻ്റെ അരിത്തമെറ്റിക് ശ്രേണി ഒന്ന് എഴുതാം. 108 ആയിരിക്കും ഫസ്റ്റ് ടേം. പിന്നെന്താണ് 108 + 9 എന്ന് പറയുന്നത് 117 ആയിരിക്കും. പിന്നെന്താണ് 117 + 9 എന്ന് പറയുന്നത് 126 ആയിരിക്കും എക്സെട്ര. നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? 999 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് കിട്ടി അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ തുക കണ്ടുപിടിക്കുക വേണ്ടത്. എത്ര പദങ്ങളുടെ എന്ന് പറഞ്ഞിട്ടില്ല. ഈ 3 അക്ക സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് വേണം? ഇത് എത്രാം പദമാണെന്ന് കണ്ടുപിടിക്കണം. ഈ സീക്വൻസ് ഇങ്ങനെ പോയി കഴിഞ്ഞത് എത്രാം പദമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതെ, xn = 999 ആകുന്ന n എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ xn കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? f + n - 1 × d ആണ് അല്ലേ? അതിലെ f എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 108 + n - 1 ഇവിടെ 9 കൂട്ടി പോവുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് d = 9 എന്ന് വരും. 108 + n - 1 × 9 എന്ന് പറയുന്നത് 999 ആണെങ്കിൽ n എന്ത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 108 + 9n - 9 = 999 എന്ന് വന്നു. 108 + 9n - 9 = 999 എന്ന് കിട്ടിയാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? 108 - 9 99 + 9n = 999 എന്ന് വരും അല്ലേ? ഇനി 9n ഇവിടെ നിർത്തുക. ഓക്കെ, എന്നിട്ട് ഈ 99 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. 999 ഈ 99 ഇങ്ങോട്ട് വരുമ്പോഴേക്കും എന്തായി മാറും? -99 എന്നാവും അല്ലേ? 999 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 900 900. Therefore n equals എന്തായിരിക്കും? 900 ഡിവൈഡഡ് ബൈ 9. 9ഉം 9ഉം ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. അതായത് 3 അക്ക സംഖ്യകളുള്ള 9ന്റെ ഗുണിതങ്ങൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ശ്രേണിയാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കതിൽ എത്ര നമ്പറുകൾ ഉണ്ടാവും? 100 നമ്പറുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് കാണേണ്ടത് ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് കാണേണ്ടത് എന്താണ്? ആദ്യത്തെ 100 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നമുക്കപ്പോൾ എന്തായിരിക്കും? 100/2 × x1 + xn. ഇവിടെ x1 എന്ന് പറയുന്നത് എന്താണ്? 108 + xn എന്ന് പറയുന്നതോ 999 അല്ലേ? ഇനി ഈ രണ്ടും ഈ 100ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 കിട്ടി. 108 + 999 എന്ത് വരും നോക്കാം. 999 + 108 എന്ത് വരും? 9ഉം 8ഉം 17 7 9ഉം 1ഉം 10ഉം ഇവിടെ 10ന് 1 റിമൈൻഡർ 1 വരും. 9 10 11 1107 50 × 1107. ആൻസർ എന്തായിരിക്കും? 50 × 1707 × 5 എന്തായിരിക്കും? 75 5 ബാക്കി 3 0 ആയതുകൊണ്ട് ഇവിടെ 3 എഴുതാം. 1 × 5 5 1 × 5 5. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു 0 പുറത്തിട്ട് കൊടുക്കുക. സോ ആൻസർ ഈസ് 55 350 55350. Okay, next question. Sum to n terms of an arithmetic sequence is
2n² minus n. Find the expression for nth term. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n² മൈനസ് n ആണ്. ഇതിൻ്റെ n-ാം പദം കണ്ടുപിടിക്കുക. സം ടു n ടേംസ്, അതായത് ആദ്യത്തെ n പദങ്ങളുടെ തുക നമുക്ക് n എന്നെടുക്കാം. തന്നത് എന്താണ്? 2n² മൈനസ് n എന്നാണ് തന്നത് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ nth ടേം. അതായത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഏതോ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ n-ാം പദം ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പം അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? x1 x2 x3 എന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ നിന്ന് പൊതുവ്യത്യാസം കണ്ട് അതിൻ്റെ n-ാം പദം കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആകും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒന്നാം പദം കിട്ടും? ഇവിടെ n എന്നുള്ളതിന് n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക കിട്ടും. s1 ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക. അപ്പോൾ അത് ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? നമ്മുടെ ഒന്നാം പദം തന്നെയാണ് അല്ലേ. ഒന്നാം പദത്തിൻ്റെ തുകയും ഒന്നാം പദവും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 × 1² മൈനസ് 1 എന്നെഴുതാം. 2 × 1² എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി s2 കാണാം. s2 കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ 2 പദങ്ങളുടെ തുക എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ 2 പദങ്ങളുടെ തുക എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? x1 പ്ലസ് x2 ആണ് നമ്മൾ കാണുന്നത് എന്ന് വരും. അത് നമുക്ക് എന്താ കിട്ടാൻ നോക്കാം? 2 × 2² ഇനി നമ്മൾ എന്ത് കൊടുത്തു? 2 കൊടുത്തു. മൈനസ് 2 എന്തായിരിക്കും വരിക? 2 × 4 മൈനസ് 2 which is equal to 8 minus 2 അല്ലേ. 2 × 4 8 മൈനസ് 2 നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. s2 is equals x1 plus x2 equal to 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന് എങ്ങനെ x2 മാത്രം കാണാം? യെസ്, x2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഈ x1-നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. 6 മൈനസ് x1 എന്ന് എഴുതാം. Therefore x2 equals 6 minus 1 equals 5. കണ്ടോ x2 കിട്ടിയത്? ഇനി നമുക്ക് s3 എന്താവും നോക്കാം. s3 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആദ്യത്തെ 3 പദങ്ങളുടെ തുക എന്നാണ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? x1 പ്ലസ് x2 പ്ലസ് x3. അതെങ്ങനെ കണ്ടുപിടിക്കും? 2 × 3² മൈനസ് 3 which is equal to 2 × 9 മൈനസ് 3. 2 × 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 18. 18 മൈനസ് 3 which is equal to 15. ഓക്കെ, നമുക്ക് കിട്ടിയത് x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് പറയുന്നതാണ്. നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 15 കിട്ടിയിട്ടുള്ളത്. x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 15. അപ്പോൾ x3 എന്തായിരിക്കും? x3 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 നമ്പറിനെയും കൂടെ 15-ൽ നിന്ന് കുറക്കാം. 15 മൈനസ് x1 പ്ലസ് x2. Therefore x3 equals 15 മൈനസ് x1 പ്ലസ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 6 ആണ്. 6 ഈക്വൽസ് 15 മൈനസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9. x3 equals 9. Therefore 1 5 9
ഈസ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഓർ സമാന്തര ശ്രേണി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വേണ്ടത് എന്താണ്? ഇതിൻ്റെ ഡി കണ്ടുപിടിക്കുക. ഡി എന്ന് പറയുന്നത് 5 - 1 = 4. ഓക്കെ, therefore xn എന്തായിരിക്കും? ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി. ഡി എന്താണ്? 4 = 1 + 4n - 4 = 4n - 3. ഓക്കെ, 4n - 3. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. തന്നിട്ടുണ്ടായിരുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയായിരുന്നു. അതിൽ നിന്ന് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് ആ സമാന്തര ശ്രേണിയുടെ n-ാം പദമായിരുന്നു. അതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള സമാന്തര ശ്രേണിയുടെ n-ാം പദം 4n - 3. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.